കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന കാലം. 2008 ഡിസംബർ 31 തലശ്ശേരി തലായിയിൽ ഭീതി പരത്തിയ ഒരു കൊലപാതകം ഇപ്പോഴും ഭയത്തോടെയാണ് പലരും ഓർക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ലതേഷിനെ ബോംബെറിഞ്ഞ് ഭീതി പരത്തിയ ശേഷമാണ് RSS പ്രവർത്തകർ വെട്ടിക്കൊന്നത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ലതേഷ് കൊലക്കേസിൽ 17 വർഷത്തിന് ശേഷം കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 7 RSS BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷ. പ്രതികൾ 1,40,000 രൂപ വീതം പിഴയൊടുക്കണമെന്നും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. ഡിസംബർ 31 വൈകിട്ട് 5:30 തലായി കടപ്പുറത്ത് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം. ഈ കേസിലാണ് RSS BJP പ്രവർത്തകരായ P. സുമിത്, KK പ്രജീഷ്, B. നിധിൻ, K. സനൽ, സ്മിജോഷ്, സജീഷ്, V. ജയേഷ് എന്നിവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 9 മുതൽ 12 വരെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും മറ്റ് വിവിധ വകുപ്പുകൾ പ്രകാരം 35 വർഷം തടവും 1,40,000 രൂപ പിഴയുമാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത്. തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. സാക്ഷികളെ RSSകാർ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിയിട്ടും പ്രതികൾക്കെതിരായ എല്ലാ കുറ്റങ്ങളും തെളിയിക്കാനായെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PK വർഗീസ് പറഞ്ഞു. പ്രോസിക്യൂഷൻ്റെ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് കോടതിയോട് ആവശ്യപ്പെട്ടോ ആ ചാർജ് ഷീറ്റ് വരെയുള്ള എല്ലാ വകുപ്പുകൾ പ്രകാരവും ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 1 മുതൽ 7 വരെ പ്രതികളെ സെക്ഷൻ 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും ഓരോ പ്രതിയും 50,000 രൂപ പിഴയും. പിന്നെ ഇതിനകത്ത് 7ാം സാക്ഷി മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഈ കേസിൽ കൂറുമാറിയെങ്കിൽ പോലും മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കുറ്റത്തിന്, അതായത് 307 വകുപ്പ് പ്രകാരം എല്ലാ പ്രതികളെയും 10 വർഷം തടവും ഓരോ പ്രതിയും 20,000 രൂപ പിഴ കൊടുക്കാനായിട്ട് കോടതി ഉത്തരവായിട്ടുണ്ട്. ക്രൂരമായ കൊലപാതകമാണ് പ്രതികൾ നടത്തിയതെന്നും ശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ലതേഷിന്റെ സഹോദരി സോണിയ പ്രതികരിച്ചു. മഴു, വടിവാൾ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ലതേഷിന്റെ ശരീരത്തിൽ 25 ആഴത്തിലുള്ള മുറിവുകളേറ്റെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ലതേഷിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകരെ CPMലേക്ക് എത്തിച്ചതിലുള്ള പ്രതികാരമായിരുന്നു കൊലപാതകം. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.